ഫോട്ടോ എടുക്കുന്നില്ല. അപ്പൊ മക്കളില്ലേ? അങ്ങനെ ചോദിച്ചൂടാ, അതൊന്നും ചോദിച്ചൂടാ, അതെല്ലാം ബേജാറാവും. അതൊന്നും ചോദിച്ചൂടാ. ആ സുന്ദരി അമ്മക്ക് നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടാ. പേരെന്താ അമ്മന്റെ? സാവിത്രി. ആ സാവിത്രി, ഇതാ നല്ല പേരല്ലോ. നല്ല പേരിട്ടാ. പിന്നെ സന്തോഷായിട്ട് ടി വി എല്ലാം നോക്കുന്നുണ്ടാ? കണ്ണിന് അതെയാ? ആ അതെ അതെ അല്ലേ. നിങ്ങക്ക് കാക്ക കഴിഞ്ഞില്ലേ? അതെയാ? പിന്നെ ഇവിടെ ഒരു അമ്മ ഉണ്ട്. മെല്ലെ മെല്ലെ. ഇവിടെ ഒരു അമ്മ ഉണ്ട്. പിന്നെ ഇതൊരു സുന്ദരി അമ്മ എടുത്തിട്ടുണ്ട്. ഇതൊരു അമ്മയാണ്, നമുക്ക് എല്ലാം പറഞ്ഞു തന്ന ഒരു അമ്മയാണ്. ആയിട്ടായി. ഞങ്ങൾ വന്നപ്പാട് നല്ല സ്വീകരണമാണ്. ഞങ്ങൾ വന്നപ്പാട് വെള്ളമെല്ലാം തന്നു. നല്ല നല്ല പൊളിച്ചുള്ള സ്ഥലമാണ്. എല്ലാവരും ഇവിടെല്ലാം പഠിക്കാനെല്ലാം ഉണ്ട്. ABCD എല്ലാം എഴുതിയിട്ട് ഇങ്ങനെ എല്ലാം ഉണ്ട്. കണ്ട ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഭജന ചെല്ലുന്നത് ഇവിടെ അല്ല അമ്മ? അമ്മ ഭജന ചെല്ലുന്നത് ഇവിടെയാ? ഇല്ല, ಅಲ್ಲಿ ಭಜನೆ. അതെ. അത് ടോയ്ലറ്റ് അല്ല, ഇതെല്ലാം ടോയ്ലറ്റ്. അത് എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. അധികം ആള് കർണാടകം ഉണ്ട്, മലയാളം ഉണ്ട്, എല്ലാം ഉണ്ട്. 25 പേരുണ്ടോ? 25 പേര്. ഇവിടെ ഒരു അമ്മ ഉണ്ട്. അമ്മ അമ്മ സുഖന്നല്ലേ? എന്നെ കണ്ണൊക്കെ കണ്ണ ഇത് കണ്ണൊക്കെ കാണുന്നു കുറച്ച്. ഇതൊരു അമ്മയാണ്. എല്ലാം നല്ല സ്നേഹമാണ്. ഈ അമ്മ എല്ലാം കാണിച്ചു തരും. ഇതെല്ലാവരും എഴുതുന്നേ. പിന്നെ എല്ലാവർക്കും കിടക്കാനുള്ള ನಮಗೆ ಇಲ್ಲಿ ಊಟ ಕೊಡ್ತಾರೆ. ಬರ್ತಡೇ ವೇಳಿ ബർത്ത്ഡേ എല്ലാം. അത് ശരി. ನಿನ್ನೆ ಮೊನ್ನೆ 5 ಕೊಟ್ಟಿದೆ, ಇವತ್ತು 2 ಕೊಟ್ಟಿದೆ. ಹೌದಾ? ನಾನು ಮಾಡ್ತಾ ಇರ್ತೀನಿ, ನನಗೆ ಮಲ್ಗೋ ಅಭ್ಯಾಸ ಇಲ್ಲ. ನಾನು ಬಾಂಬೆಲಿ ಇದ್ದೆ. ಎಲ್ಲ ಚಂದ ಉಂಟು. ಎಲ್ಲ ಟೈಮ್ ಪಾಸ್ ಎಲ್ಲ ನೋಡಿ ಮಾಡ್ತಾ ಇರ್ತೀನಿ. ನೋಡಿ ಜ್ಯೂಸ್ ಬಾಟಲ್ ಇಂದ ಹಿಡಿಸುಡಿ ಮಾಡಿದೆ. ಪೈಪ್ ಹಾಕ್ಬೇಕು, ಪ್ಲಾಸ್ಟಿಕ್ ಬಲೆ ತೆಗಿಯಕ್ಕೆ. ಬಲೆ ತೆಗಿಯೋದಲ್ಲ. ಅದು ಒಳ್ಳೆಯದು. ಇದು ಯೂಟ್ಯೂಬ್ಲೆಲ್ಲ ನೋಡಿದೆ ನಾನು. ಇದು ಯಾರು ಮಾಡಿದ್ದು? ನಾನೇ ಮಾಡಿದ್ದು. ಇದಮ್ಮ ಮಾಡಿದ್ದು, ಈ ಅಮ್ಮ ಮಾಡಿದ್ದು. ಮತ್ತೆ ಪ್ಲಾಸ್ಟಿಕ್ ನಮ್ಮ ಯೂಟ್ಯೂಬ್ನೆಲ್ಲ ಕಾಣ್ತೇನೆ, ಬಲೆ ತೆಗಿಲಿಕ್ಕೆ, ಬ್ಯಾಗ್ ಮಾಡಿದೆ, ಇಲ್ಲೇ ಉರ್ಸ್ಲಿಕ್ಕೆ. ಸ್ಕೂಲ್ ಬುಕ್ಸ್ ಅಲ್ಲಿ ಬಂಡಲ್ಸ್ ಬರುತ್ತೇನೆ, ಅದರ ಪ್ಯಾಕಿಂಗ್ ಇರುತ್ತೆ. ಹೌದಾ? ಇದೆಲ್ಲ ಅಮ್ಮ ಮಾಡಿದ್ದು. ಆಮೇಲೆ ಕೋಲ್ಗೇಟ್ ಪೇಸ್ಟ್ ನಾವು ಬಿಸಾಡ್ತೀನಿ, ಅದರಲ್ಲಿ ನಾನು ಮಾಡಿದೆ. ಇಟ್ಟಿದೆ, ಸಿಕ್ಕಿಲ್ಲ ನನಗೆ, ಇಟ್ಟಿದೆ ಅಲ್ಲಿ. ಆಮೇಲೆ ಆ ಬೋರ್ಡ್ ಇದೆ. വെറുതെ ഇരിക്കില്ല യമ, വെറുതെ ഇരിക്കില്ല, എല്ലാം ഓരോന്ന് ചെയ്യും. ಆ ಬೋರ್ಡ್ಗೆ ಹಣೆ, ಅದರಲ್ಲಿ ಮ್ಯಾಟ್ ಮಾಡ್ತೀನಿ. ವೆರಿ ಗುಡ್ ಅಮ್ಮ. ನನಗೆ ನೋಪಾಯದಲ್ಲಿ ಸನ್ಮಾನ ಆಗಿದೆ. ಹೌದಾ? ನಾನು ಕ್ರಾಫ್ಟ್ ವರ್ಕ್ ಮಾಡ್ತೀನಿ. ಈಗ 83 ವರ್ಷ ಆಗಿದೆ. ನನಗೆ ಹಿಂದಿ, ಇಂಗ್ಲಿಷ್, ಮರಾಠಿ, ಗುಜರಾತಿ ಎಲ್ಲ ಬರುತ್ತೆ. ಕನ್ನಡ ಕಲಿಸಿದೆ.
ಸೀನಿಯರ್ ಸಿಟಿಸನ್ ಡೇ ಕಾಂಪಿಟಿಷನಲ್ಲಿ ನನಗೆ ಫಸ್ಟ್ ಸೆಕೆಂಡ್ ಪ್ರೈಸ್ ಸಿಕ್ಕಿದೆ ನೋಡಿ ಇಲ್ಲಿ. അമ്മക്ക് പ്രൈസ് കിട്ടിയതണ്ട. അമ്മ നല്ല നല്ലോണം വിദ്യാഭ്യാസമില്ല അമ്മയാന്ന്. ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം കന്നഡ അതെല്ലാം അറിയാം. ഇപ്പൊ കുറച്ച് കുറച്ച് മലയാളം അറിയാലേ? മലയാളം ഒട്ടും അറിയില്ല. അപ്പൊ അമ്മ നല്ല എല്ലാത്തിനും നല്ല ಕಾಸರಗೋಡಲ್ಲಿ ಟ್ರೇಡಿಂಗ್ ಕೃಷ್ಣ ಹಾರ್ಡ್ವೇರ್ ಅಂಗಡಿ ಅವ್ರು ನನಗೆ ಇಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದ್ರು. ಹೌದಾ? ವಿನಯ್ ಪಟಾಲಿ. ಈಗ ಸಂತೋಷ ಉಂಟಾ ಇಲ್ಲಿ? ಸಂತೋಷ, ಏನ್ ಮಾಡ್ಬೇಕು. ಹೌದೌದು, ಚಿಂತಿಲ್ಲಮ್ಮ. ನಾನು ಮಂಗಳೂರಲ್ಲಿ ಇದೆ ಆಶ್ರಮದಲ್ಲಿ, ಅಲ್ಲಿ ನನಗೆ ಸರಿ ಇಲ್ಲಮ್ಮ, ಇಲ್ಲಿ ಬಂದಿದೆ. ಹೌದು, ತುಂಬಾ ತೊಂದರೆ ಕೊಡ್ತಾರೆ. ಚಿಂತಿಲ್ಲ, ಸಂತೋಷದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ. ನಿಮ್ದು ಹೆಸರು? ಲಕ್ಷ್ಮಿ. ನಾನೊಮ್ಮೊಮ್ಮೆ ಬರುವ, ನಿಮ್ಮೊಮ್ಮೆ ನಿಮ್ಮ ಪ್ರೀತಿ ಸಿಗ್ಲಿಕ್ಕೆ ಬರುವ. ಹೌದು, ಆಯ್ತು. ಅದ ಯಾರು? ಇದು ನಾನು ಯೂಟ್ಯೂಬ್ ಮಾಡ್ತೇನೆ. ಯೂಟ್ಯೂಬ್ ಇದೆಲ್ಲ ಉಂಟು. ಈಗ ನಿಮ್ದು ಇದೆಲ್ಲ ತೋರಿಸಿದ್ರೆ ಒಳ್ಳೆ ಇದಲ್ಲ. ಗುಜರಿ ಆಗಿದೆ ನಂದು ಇಲ್ಲ ಸಾಮಾನು. ಈಗ ನಿಮಗೆ ತಿಂಡಿ ಎಲ್ಲ ಮಾಡಿದ್ರೆ ರಾತ್ರಿ ಜನ ಊಟ? ರಾತ್ರಿ ಊಟ, ದಿನ ಊಟ ಇರುತ್ತೆ, ಹೊರಗಿಂದ ಜನ ಬರ್ತಾರೆ. ಇಲ್ಲಿ ಬನ್ನಿ. ಅಲ್ಲಿ 3 ಗಂಡಸರು ಇದೆ. ಲಾಸ್ಟ್ ഇല്ല, ഇവിടെല്ലാം ആണുങ്ങളാണ്. ഇവിടെല്ലാം ആണുങ്ങളാണ് താമസിക്കുന്നത്. ആണുങ്ങൾക്ക് വേറെ, പെണ്ണുങ്ങൾക്ക് വേറെ. ಏನಿಲ್ಲಪ್ಪ, ನಾನು ಅಲ್ಲಿ ಆಶ್ರಮದ ಬಂದಿದ್ದು. ಬದಿ ಹಿಡ್ಕ ಒಂದು ಆಶ್ರಮ ನಡೆಸ್ತಾನೆ, 1 ವರ್ಷ ಆಯಿತು ಅಲ್ಲಿದ್ದು ಬಂದಿದ್ದು. ನಿಮಗೆ ಹುಷಾರುಂಟಾ? ಹುಷಾರಿಲ್ಲ? ನಡಿಲಿಕ್ಕಾಗ್ತದಾ? ನಡಿಲಿಕ್ಕಾಗ್ತದಾ? മലയാള മലയാളം നടക്കാൻ കഴിയുന്നുണ്ടാ? എന്ത് പേര് നിങ്ങളെ? പേര് ബാലകൃഷ്ണൻ. സന്തോഷത്തിലിരുന്നോളൂ, സങ്കടപ്പെടണ്ട, പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലാരല്ല ഇല്ലേ? വീട്ടിലാരുമില്ല. അതെയാ, സാരില്ല, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതെ അതെ അതെ. ഓ, ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതെ അതെ അതെ. ആരില്ലാത്തവർക്ക് ഒരു തുണ ഉണ്ടല്ലോ, ആശ്രമമായിട്ടുണ്ടല്ലോ. അത് തന്നെ നല്ലൊരു കാര്യമല്ലേ. ബേജാറൊന്നാക്കണ്ട കേട്ടാ. ബേജാറൊന്നുമില്ല. അല്ല, ഇവിടെ എഴുതിയ പോലെ വരും. അതെ അതെ അതെ, അത് ശരി തന്നെ. തലയിൽ എഴുതിയതുപോലെ വരുള്ളൂ. അതെ അതെ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ പാൽപ്പായസം ആകുമെന്ന് പറഞ്ഞാൽ കുടിക്കേണ്ട ഇതില്ലെങ്കിൽ ഓനങ്ങ് പോകും. അതെ 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 അതെപ്പാ. ആ പായസം കുടിക്കേണ്ട ഇത് ഇല്ലെങ്കിൽ അതെ അയാളങ്ങ് പോകും. അതെ അതെ. അതുപോലെ ഇവിടെ എഴുതിയ പോലെ വരും. നിങ്ങൾ ടോയ്ലറ്റിലേക്കെല്ലാം പോകാനെല്ലാം കഴിയുന്നുണ്ടാ? ടോയ്ലറ്റിൽ പോകാനെല്ലാം കഴിയുന്നുണ്ടാ? ഓ, നിങ്ങൾ 3 ആളുള്ളത് അല്ല ഇടാ. ഇതൊരച്ഛനാന്ന്. അച്ഛൻ്റെ പേരെന്ത്? അച്ഛൻ്റെ പേരെന്ത്? പേര്? എൻ്റെ ലക്ഷ്മി എന്ന് പേര്. ഞാൻ ബന്ധിയെടുക്ക ഒരു ആശ്രമം നടത്തുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോവാലോ പറഞ്ഞിട്ട്. ಕೂಡ ಕಡಿಮೆ. അതെയാ? ನಾವು ಗೊತ್ತಿಗೆ അതെയാ? ಇಲ್ಲ ಇಲ್ಲಡೆ. ഓ, ഇല്ലടെ ഞങ്ങൾ ബന്ധിയെടുക്കാം. ബജറ്റ് ടൗൺ. ആ, ടൗണിലല്ലേ. ടൗണിൽ തന്നെ അങ്കുറുസ്വാമിയുടെ ബിൽഡിങ്ങില്ലേ? അറിയില്ല. അതന്നെ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഇവിടെ അത് ഇഷ്ടമാവും. എങ്കിലും ഓപ്പറേഷൻ കണ്ണ് 2 കണ്ണുള്ള ഓപ്പറേഷൻ ഉണ്ട്. നാളെ സുഖി. ഞാൻ അച്ഛൻ്റെ കൂടെയൊന്നും ഇരിക്കുന്നില്ലത്. അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നത്. നല്ല സംസാരിക്കുന്ന ഒരു അച്ഛനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ ഇതിന് ബേജാറാക്കണ്ട കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ട്. ജിയാരെ അച്ഛനെ ഇടയിൽ ഇരുന്നിട്ടുണ്ട്.
ರಾಮಕೃಷ್ಣ ಕೆಲವಂತ ಎಂಕನ ನೆಟ್ಟು ಎಲ್ಲಿಟ್ಟಿದ್ದೀನಿ ಅವಳೇ ಈ ಪೇಳಿ జాగాడ ఉంటాలో ఎంకలేగి ఉదరు పడినారా ఎంకలేగి ఉంది ఒక చికెన పచ్చడి రామకృష్ణ ಗೊತ್ತುಂಟಾ ഇല്ലല്ലപ്പ నీకు ഞങ്ങള് ബജ്ജി എടുക്ക പച്ചടി എടുക്കാണ്ട് ചമ്മിട്ട് മാറി അത് ಗೊತ್ತುಂಟു അത് ബജ്ജി എടുക്കാൻ നമ്മളെല്ലാരും പരിചയമായിട്ടാ ആ നമ്മള് പിന്നെ അമ്മമാരെ നോക്കുന്നതാണ് അപ്പൊ അവരെ കാര്യങ്ങൾ നോക്കി പുറത്തൊന്നും പോലില്ല അപ്പൊ ഹായ് സന്തോഷത്തിലിരിക്കോ ఏ బాగా వరద తూండ ఒక్క గుర్తు ఇచ్చండి వారి ഹായ് ഹായ് അച്ഛ നല്ല സൗകര്യമുണ്ട് ഒത്തിരി സൗകര്യം ಎರಡು ಇದ್ದಾರೆ ಅವ್ರು ಅಲ್ಲಿ ಕುತ್ಕೊಂಡಿದ್ದಾರೆ ಹೊರಗೆ ಕುತ್ಕೊಂಡಿದ್ದಾರೆ അതെയാ ഇവിടെ ഉണ്ട് ഇവിടെ മൂന്നാള് ഇവിടെ ഉണ്ട് ಎರಡು ಹೆಂಗಸರು ಇದ್ದಾರೆ രണ്ടാള് ഇവിടെ ഉണ്ട് അവര് പുറത്ത് പോയിട്ടുണ്ട് പുറത്തിരുന്നിട്ടുണ്ട് ಅವ್ರು ಅಲ್ಲಿ ಕುತ್ಕೊಂಡಿದ್ದಾರೆ ഇതെല്ലാം ആണുങ്ങളല്ല ഗണ്ടസറല്ല ഇനി ഇല്ലല്ല ಇಲ್ಲಿ ಎರಡು ಹೆಂಗಸರು ಅವ್ರನ್ನ ಅಲ್ಲಿ ಕುತ್ಕೊಂಡಿದ್ದಾರೆ ഇതെല്ലാം ആണുങ്ങൾക്കാണ് ಇಲ್ಲಿ ಇದ್ದಾರೆ ನೋಡಿ ഉം. ನೋಡಿ, ಇಲ್ಲಿ ಇದ್ದಾರೆ ಅವ್ರು ನಡೆಯಿಲ್ಲ ആ അമ്മ എന്താക്കുന്നു സുഖനല്ലേ നിങ്ങളെ പേരെന്താ ഞങ്ങള് ബദ്ധിയെടുക്ക അടുത്തില്ലേ രണ്ടാളും ആ വെറുതെ അതെ നമ്മൾ ഒരു ആശ്രമം നടത്തുന്നുണ്ട് ബുദ്ധിയെടുക്ക ഒരു വർഷമായി അപ്പോ ഇവിടെ എല്ലാരും നോക്കിയിട്ട് ഒന്ന് കണ്ടിട്ട് പോവാലായിരുന്നു വെച്ചിട്ട് വന്നത് രണ്ടാളും അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ അല്ലേ നിങ്ങളെ വീട് എവിടെ നമ്മ സീതാങ്കോളിലുണ്ടായിരുന്നു ആ അവിടെ പോവാ ഇവിടെ ഒരു അമ്മ ഉണ്ട് ഇവിടെ ഒരു അമ്മ കിടന്നിട്ട് വരുമ്പോഴേക്കും ഉള്ളി മുക്കി എല്ലാം പിടിച്ചോണ്ട് പോയിട്ട് കുളിപ്പിച്ചിട്ട് ചായ കൊടുക്കണം അത് ഒരു മാസം അമ്മന്റെ പേരെന്ത് സുഖനല്ലേ സുഖനല്ലേ മലയാളം അറിയോ മലയാളം ഇപ്പൊ വായിക്കാൻ കമ്മിയൊന്നുമില്ല വായിക്കാനൊന്നുമില്ല അത് തെരുവത്തൂരുള്ളത് തെരുവത്തൂര് നമ്പിയ അതെയാ ആരുമില്ല അതില് ആരോ ബന്ധക്കാര് സഹായിക്കുന്നു മക്കളൊന്നുമില്ല അനിയത്തിയുണ്ട് അത് നോക്കിയില്ല എന്നാണ് കൂടെ കൊണ്ട് മുട്ടത് പെണ്ണെല്ലാം കുറേ ഉണ്ട് അതെല്ലാം കൊണ്ട് വിറ്റിട്ട് ബാങ്കിലിട്ടിട്ട് അതിൽ പൈസ കിട്ടും 8000 കെട്ടണ്ടേ മാസം അതെയാ മാസത്തിൽ 10,000 8,000 കെട്ടണം 8,000 എല്ലാവർക്കും 8,000 എല്ലാവർക്കും 8,000 കെട്ടണം പിന്നെ നമുക്ക് എന്ത് മേടിക്കണമെങ്കിലും നമ്മുടെ പൈസ വേണം കൊടുക്കണം ഗവൺമെൻറ്റില് ഗുളിക കൊണ്ട് കൊടുത്ത പണിക്കാരൻ തരും അത് എടുക്കുക അറന്ന് പോയിട്ട് മരുന്നുണ്ട് എനിക്ക് അത് പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് നീർച്ചാല് പോകണമെങ്കിലോ പിന്നെ പല്ല് കഴിക്കണത് തലേ തേക്കണ എണ്ണ ഇതെല്ലാം നമ്മൾ കഴിക്കണം സോപ്പ് കിട്ടും ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിങ്ങളെ ചെലവ് വേറെ ചെലവ് 8,000 കൂടാതെ പിന്നെ എന്തെങ്കിലും തിന്നണം തന്നെ തോന്നിയാൽ ചെലവുണ്ട് എനിക്ക് ഈ സുഹൃത്ത് എപ്പോഴും കൂടുതലുണ്ട് അല്ല ഇവർക്ക് പിന്നെ കറണ്ട് ബില്ലടക്കണം എത്ര കിട്ടുന്നു ഇന്നലെ ടാക്സ് അടക്കണം ഇന്നലെ സംഘത്തിന്റെ 4 ആള് വന്നു സംഘത്തിന്റെ മുന്തിയ ആളുമല്ലോ 1 ലക്ഷം കൊടുത്തിട്ട് പോയി അങ്ങനെയെല്ലാം കിട്ടുന്നു ഉപയോഗിക്കാരുടെ ഇഷ്ടം പോലെ കിട്ടുന്നു കറണ്ടിന്റെ ബില്ലെല്ലാം കുറേ ഉണ്ടപ്പാ അതുപോലെ കിട്ടുന്നു പിന്നെ അരിയൊന്നും വേണ്ടില്ല എത്ര സാധനം കൊണ്ടുവരുന്നു എല്ലാ ദിവസവും ഉണ്ടാവും സാധനങ്ങൾ അങ്ങനെയെല്ലാം കിട്ടുന്നു മാസത്തിൽ 8,000 ആണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് ഇവര് മാസത്തിൽ 8,000 കിട്ടുന്നു 8,000 കെട്ടണം തിന്നാലും തിന്നില്ലെങ്കിലും കെട്ടണം അത് കൂടാതെ പിന്നെ വേറെ എന്തിനെല്ലാം ആവശ്യത്തിന് ഇവരിന് ചെലവിടണമല്ലോ എന്ത് വേണമെങ്കിലും ചെലവ് തിന്നുന്നത് സോപ്പ് മാത്രം മേടിക്കണം പിന്നെ തലേ തേക്കണ എണ്ണ പല്ല് തേക്കണത് എല്ലാം നിങ്ങൾ സ്വന്തം എല്ലാം നമ്മ പൈസ ഇടണം സോപ്പ് വരും സോപ്പ് പറിച്ചു നമ്മ ചെലവ് ഇടണം എത്തിട്ട് നോക്കണം ചോറ് വെക്കുന്ന പെണ്ണങ്ങ ചെലവുണ്ട് അമ്മ പറയുന്നു പോലെ നിങ്ങൾക്കെല്ലാം വല്ല ജോലിയുള്ളവരാ ഓ ജോലിയുണ്ട് രണ്ടാക്കും ഞങ്ങള് ഇതേപോലെ ആശ്രമം നടത്തുന്നു അതെവിടെ ബുദ്ധിയെടുക്ക വതിയെടുക്കണ്ട ആശ്രമം തുടങ്ങിയതേ ഉള്ളൂ ഒരു വർഷമായി തുടങ്ങി വതിയെടുക്കുന്ന ഒരു പെണ്ണും കൂടി ഉണ്ട് ഇപ്പൊ എന്തിയാ അത് ഇപ്പം നമ്മള് പബ്ലിക്കാക്കിട്ടാ പബ്ലിക്കാക്കാൻ നമ്മള് ഫ്ലാറ്റിലാന്നുള്ളത് നമുക്ക് താഴെ ഒരു വീട് ആളെല്ലാം വന്നു തുടങ്ങി ആൾക്കാരെല്ലാം ഉണ്ട് ഇപ്പൊ നമ്മളെടുത്ത് ഒരമ്മ ഉള്ളു ഇപ്പോൾ പിന്നെ നമ്മൾ ഓഫീസ് നടത്തുന്നുണ്ട്
വീട്ടിലേക്കുള്ള ആളേക്ക് അതിൽ കുറേ ആളുണ്ട്. ഇപ്പോൾ പിന്നെ കിട്ടും ഇവിടെ ഇതെല്ലാം കൊണ്ടുവരുന്ന ആള് അരിന്റെ ഇപ്പോൾ ഇവിടെ ജോലിക്ക് എത്ര ആളുള്ളത്? ജോലി ഇവിടെ ചെയ്യണത് ഒരു ആണുങ്ങ പശുവിനെ നോക്കലും അതെ അതെ. ഇത് നിങ്ങളെ നോക്കാനും വേറെ ഒരുത്തിയുണ്ട്. അവര് അതില് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തോണ്ടുണ്ട്. അവര് പോയി വീട് കെട്ടിയിട്ട്. അതിൽ 4 മക്കളും ഉണ്ട്. പിന്നെ അവര് ഒരു അമ്മയും ഒരു ഇടത്തിയനേറ്റിയും അവിടെ വെക്കാനുണ്ട്. ആ നോക്കുന്ന ആളെന്നെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോ ചോദിച്ച ആള് അവിടെ. നീ ഇവിടെ ഇരിക്കുന്നത് നമ്മളെ വരും അമ്മ, വരും മോളെ. അമ്മ അല്ല കാണിക്കുന്നതാ, ഭക്ഷണം കഴിക്കുന്നതാണിത്. ഭക്ഷണം കഴിക്കുന്ന ഇതെന്നൊക്കെ നല്ല ഉണ്ട്, അടിപൊളിയുണ്ട്. നല്ല സൗകര്യം അല്ലേ, നല്ല സൗകര്യം. ഇത് ഭക്ഷണം ആക്കുന്ന ചേച്ചിയാണ്. ഹായ് ചേച്ചി. എന്തപ്പാ കുർത്തിയില്ലേ? കുർത്തിയില്ലേ? മലയാള കന്നഡ? മലയാളം അറിയാം, കന്നഡ അറിയാം. ചേച്ചിക്ക് ഭാഷ അറിയില്ല. പോവാ. അത് ഞങ്ങള് ഇനി ഒരിക്കൽ വരുന്നമ്മ, ഇനി ഒരിക്കൽ വരുന്ന. അല്ല ഇനിയിപ്പോൾ എത്രയോ ഒരു 100 ആളെല്ലാം നോക്കാം ഇവിടെ അല്ലേ? എത്ര ആളെ വേണമെങ്കിലും നോക്കാം. കുടിക്കാൻ ഇല്ല ഇല്ല ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചു. ചായ വെക്കണം? വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ പോട്ടെ, ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും വരാം. പലയിടക്കും കൂടെ ആണെങ്കിൽ എപ്പോഴും കാണാം. ആയിക്കോട്ടെ. ഇത് ഇവരെല്ലാം നോക്കുന്ന ഒരു ചേച്ചിയാണ്. പിന്നെ ഞങ്ങൾ പോട്ടെ, സന്തോഷത്തിൽ പോകുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തിലിരിക്കണം. താങ്ക്സ്. സന്തോഷത്തിലിരിക്കണം അമ്മ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മള് കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. അപ്പൊ ചിരിച്ചോണ്ട് തന്നെ മരിക്കാം. നമ്പർ വേണം. ഇന്ത്യയിൽ പെന്നുണ്ടാണേ, പെന്നുണ്ടാ? ഇവിടെ വാ, ഇവിടെ പെന്നൊരു കടലാസ് പേപ്പർ ഉണ്ടാവും, പെന്നുണ്ട്. പേപ്പർ എൻ്റെ അടുത്തുണ്ട്. കട്ടില് കിടക്കല് എത്ര വരുന്നത്? അതെയാ? നായിക്കാപ്പിന്നൊരു കട്ടില് കിടക്കണ്ടെന്ന് 4 ആൾക്ക് കിടക്കുക. അതിനുള്ള കട്ടിലും ഇല്ല. എന്നിട്ട് ആ വാടക റൂമിൽ കൊടുക്കും. എല്ലാം ഒരാള് തരുന്നതായിരിക്കും. എത്ര സാധനം വരുന്നോളെ ഇവിടെ. അതെ അല്ലേ? പിന്നെ
ഫസ്റ്റ് സാരി ഞാൻ ഇവിടെ വന്ന പിന്നെ ആളില് കൊടുത്ത് കൊറേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ എനിക്കത് എല്ലാ ആളെല്ലാം ഓരോരാൾ സ്പോൺസർ പോലീസുകൾ അല്ലാത്തവര് പതിയടക്കം ഒരു അടക്കൊക്കെയുള്ള ഒരു വീട്ടുകാരുണ്ട് അടക്ക ജാസ്തിയുള്ള അയാള് പൂജയ്ക്ക് പോകണം എന്നാലും 2 കൊല്ലം ഇവിടെ കൊണ്ടുവന്നു സാരി നീ കൊല്ലം വരും ഞാൻ എന്താക്കുന്നു എനിക്ക് നല്ല നല്ല സാരി ഉടുക്കണം ഇഷ്ടം നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെവിടെ സ്ഥലം ഞങ്ങൾ ബദിയെടുക്കാവന് രണ്ടാളും പതിയെടുക്കല് ബദിയെടുക്ക ലൈറ്റ് ഉണ്ടാ ബദിയെടുക്കാൻ ഞാൻ സിറ്റി സെന്റർ ബിൽഡിങ്ങിലെ ആടെയാണ്